ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണക്കപ്പയറും പപ്പായയും കൂടെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. പപ്പായ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു ചെറിയ പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്ക് പയറും പപ്പായയും കൂടെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പയർ ഞാനിപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പപ്പായ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തന്നെ വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരുത്തിയിട്ട് ഓഫ് ചെയ്ത് വെച്ച് എയർ പോകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതിയാവും. അപ്പോഴേക്കും പയറും പപ്പായയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. പയറും പപ്പായയും എല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ നരച്ചെടുക്കണം. അതിനായിട്ട് ഒരു 3/4 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ചെറിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ പപ്പായയും പയറും എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ബോയിലായി വരണം. ഇപ്പോൾ പപ്പായയും തേങ്ങയും പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പിലയും 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പപ്പായ കറി റെഡിയായിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ മുന്നേ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.